വോട്ടുകൊള്ള ആരോപണത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടുകൊള്ള വിവരങ്ങൾ പുറത്തുവിട്ടേക്കും. എച്ച് ഫയൽസ് എന്നാണ് കോൺഗ്രസ് വാർത്താ സമ്മേളനത്തെ വിശേഷിപ്പിച്ചത്. അല്പസമയത്തിനകം AICC ആസ്ഥാനത്ത് വെച്ചാണ് വാർത്താ സമ്മേളനം. ബീഹാറിലെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കാനിരിക്കെയാണ് രാഹുലിന്റെ നീക്കം. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. തൗഫീഖ്, കഴിഞ്ഞ 2 തവണയും നമ്മൾ കണ്ടതാണ്, രാജ്യം തന്നെ ഞെട്ടുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വാർത്താ സമ്മേളനങ്ങൾ. ഇന്നിതാ വീണ്ടും ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു, അതും എച്ച് ഫയൽസ് എന്ന പേരിൽ. ഹൈഡ്രജൻ ബോംബ് തന്നെ പ്രതീക്ഷിക്കാമോ? നിർണായകമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ കോൺഗ്രസ് ആസ്ഥാനത്ത് നടക്കാനായിട്ട് ഇപ്പോൾ ഒരുങ്ങുന്നത്. എച്ച് ഫയൽ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ് നടക്കുന്നത്. കോൺഗ്രസ് തന്നെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എച്ച് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളൊരു ആകാംക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഹൈഡ്രജൻ ബോംബിന്റെ എച്ച് ആണോ അതോ ഹരിയാനയുടെ എച്ച് ആണോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഹരിയാനയിലെ വോട്ടുകൊള്ളയുടെ വിവരങ്ങളായിരിക്കാം പുറത്തുവിടുകയെന്നാണ് നിലവിൽ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ തന്നെ ഇതിന്റെ സൂചനകൾ രാഹുൽ ഗാന്ധി പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഹരിയാനയിൽ ഉൾപ്പെടെ വ്യാപകമായിട്ടുള്ള വോട്ടുകൾ നടന്നിരുന്നു. വലിയ തട്ടിപ്പുകൾ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ താൻ പുറത്തുവിടുമെന്ന് രാഹുൽ ഗാന്ധി ആദ്യ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ആ വിവരങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇന്ന് പുറത്തുവിടുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. നാളെയാണ് ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുക. ആദ്യഘട്ട വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു വാർത്താ സമ്മേളനം. വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി നടത്താനായിട്ട് ഒരുങ്ങുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിടുക എന്നുള്ളൊരു ആകാംക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പുറകെ എന്തായാലും BJPയുടെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും എല്ലാം പ്രതികരണം ഉറപ്പായും വരികയും ചെയ്യും. എന്ത് ആണ് രാഹുൽ ഗാന്ധി പറയാൻ പോകുന്നത്, ഏത് മണ്ഡലത്തിലെ വോട്ടുകൊള്ളയുടെ വിവരങ്ങളാണ് പുറത്തുവിടാൻ പോകുന്നത് എന്ന കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. ഈ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ 3ാമത്തെ വാർത്താ സമ്മേളനമാണ്. 2 വാർത്താ സമ്മേളനങ്ങൾ രാഹുൽ ഗാന്ധി നടത്തി. രാജ്യത്തെ പിടിച്ചുകുലുക്കിയ 2 വാർത്താ സമ്മേളനങ്ങളായിരുന്നു. വലിയധികം ചർച്ച ചെയ്ത വാർത്താ സമ്മേളനങ്ങളായിരുന്നു കഴിഞ്ഞ 2 വാർത്താ സമ്മേളനങ്ങളും. അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് 3ാമത്തെ വാർത്താ സമ്മേളനത്തിന് കോൺഗ്രസ് ആസ്ഥാനത്ത് ഒരുങ്ങുന്നത്. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണാനായിട്ട് AICC ആസ്ഥാനത്തെത്തും. ഇതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ നേരത്തെ കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. കാരണം വോട്ടർ പട്ടികയുടെ വലിയ ഒരു ശേഖരം തന്നെ അത് നേരത്തെ തന്നെ അതിന്റെ ചിത്രങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. യൂത്ത് കോൺഗ്രസ് അതിനെ ഹൈഡ്രജൻ ബോംബ് എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ചില സൂചനകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 12:30 തന്നെ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണും. വിശദമായിട്ട് തന്നെ കഴിഞ്ഞ 2 തവണയും വീഡിയോ പ്രസന്റേഷൻ ഉൾപ്പെടെ വെച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായത്. അതിന് സമാനമായി തന്നെയായിരിക്കും ഇത്തവണയും പ്രസന്റേഷൻ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കും, മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചായിരിക്കും രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാവുക. വലിയ ആകാംക്ഷയിൽ തന്നെയാണുള്ളത്. കാരണം ഈ ഹരിയാനയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഹരിയാനയിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിജയം നേടുമെന്ന എക്സിറ്റ് പോൾ അടക്കം പ്രവചിച്ചിരുന്നു. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് അവിടെ BJPക്ക് വലിയ രീതിയിലുള്ള വിജയം ഹരിയാനയിൽ ഉണ്ടായി. അതിന് പിന്നാലെ വലിയ ആരോപണങ്ങൾ കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും എല്ലാം ഭാഗത്തു നിന്നുകൊണ്ട് ഉയർന്നിരുന്നു. കാരണം വലിയ തട്ടിപ്പിലൂടെയാണ് അവിടെ വിജയിച്ചത് എന്നുള്ളൊരു ആരോപണമായിരുന്നു ഉയർന്നത്. ഹരിയാനയിലേക്കായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഊന്നൽ എന്ന് നമുക്ക് നിരീക്ഷിക്കാനുള്ള കാരണങ്ങൾ എന്താണ്? ഓഫ് കോഴ്സ് നമുക്കറിയാവുന്ന കർണാടക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം പ്രതീക്ഷിച്ച സ്ഥലമാണ്. അവിടെ അത് ഉണ്ടായില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് അവിടുത്തെ അട്ടിമറിയെക്കുറിച്ച് സംശയിച്ചത്. ഹരിയാനയുടെ കാര്യത്തിൽ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന്, അധികാരം പിടിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് ഉറപ്പായും വിചാരിച്ചു. പക്ഷെ നടന്നില്ല. അതുകൊണ്ട് ഹരിയാനയിൽ നടന്ന എന്താണ് എന്ന കാര്യത്തിലും അവർ വലിയ ഒരു ഗവേഷണത്തിലാണ് ഉള്ളത്. അതുകൊണ്ടാണോ ഹരിയാനയായിരിക്കും വരാൻ പോകുന്ന വാർത്താ സമ്മേളനത്തിലെ പ്രധാന ഉള്ളടക്കം എന്ന് പറയുന്നത്? പക്ഷെ അത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിന് അനുകൂലമായിട്ടായിരുന്നു വന്നിരുന്നത്. ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചിരുന്നത് കോൺഗ്രസ് അവിടെ അധികാരത്തിലെത്തും, ഇന്ത്യ സഖ്യം അവിടെ അധികാരത്തിലെത്തുമെന്ന് തന്നെയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ അത് അട്ടിമറിക്കുകയായിരുന്നു വെച്ചാൽ ഒരു വിപരീതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു അവിടെ നിന്ന് കാണാൻ സാധിച്ചത്. അതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും വലിയ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം
വിളിച്ചു പറയുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ശേഖരിക്കാനായിട്ട് കോൺഗ്രസ് ശ്രമം നടത്തിയിരുന്നു. ആ വിവരങ്ങളായിരിക്കാം ഇന്ന് പുറത്തുവിടുക എന്നാണ് കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്ന, കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അതിനായിട്ടാണ് ഹരിയാനയുടെ എച്ച് ആണ് സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്നാൽ യൂത്ത് കോൺഗ്രസ് ഇതിനെ ഹൈഡ്രജൻ ബോംബ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ ബോംബ് 12:30 പൊട്ടുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളടക്കം പറയുകയും അവരവരുടെ എക്സ് ഹാൻഡിലുകളിൽ അത്തരമൊരു പ്രചാരണം നടത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു വിജയിക്കുമെന്നുള്ളത്. പല മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് കോൺഗ്രസ് പരമ്പരാഗതമായി കോൺഗ്രസ് വലിയ വോട്ട് മാർജിനിൽ വിജയിച്ചിരുന്ന സ്ഥലങ്ങളിൽ വരെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള വോട്ടെടുപ്പുകൾ ഉണ്ടായി. അവിടെ കോൺഗ്രസ് വിചാരിച്ചത്ര വോട്ടുകൾ നേടാനോ വിജയിക്കാനൊന്നും കോൺഗ്രസിന് ഹരിയാനയിൽ സാധിച്ചില്ല. അതുകൊണ്ടാണ് അത്തരമൊരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തുകൊണ്ട് ഉയരുകയും അതിനെ ആ ആരോപണം തെളിയിക്കാൻ പറ്റുന്ന തെളിവുകൾ ശേഖരിക്കുന്ന ശ്രമത്തിലുമായിരുന്നു കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് അല്പസമയം മുമ്പ് ACC ആസ്ഥാനത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച ആ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റകളുണ്ട്, അവരുടെ രേഖകളുണ്ട്. വലിയ ഒരു പേപ്പർ ശേഖരം തന്നെ വാർത്താ സമ്മേളന ഹാളിൽ ഇതിനോടകം തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയാണെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഉണ്ടായിരിക്കുന്ന ക്രമക്കേടുകൾ, അതിൽ ഒരുപക്ഷെ ഇരട്ട വോട്ടുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ അനധികൃതമായിട്ട് പേര് ചേർത്ത ആളുകൾ ഉണ്ടാകും. അത്തരത്തിലുള്ള വിവരങ്ങളായിരിക്കും ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പുറത്തുവിടുക. ഇരട്ട വോട്ടുകൾ ചെയ്തതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ടേക്കുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും 12:30 തന്നെ ഈ വാർത്താ സമ്മേളനം ആരംഭിക്കും. രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തവണത്തെ 2 വാർത്താ സമ്മേളനത്തിന് സമാനമായി തന്നെയായിരിക്കും ഈ വാർത്താ സമ്മേളനവും